മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസ് മെഡ് ചാറ്റിൽ അബീർ മെഡിക്കൽ സെന്ററിൽ നിന്ന് കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ് പ്രീതം കുമാർ ഫ്രാൻസിസ്. ഗുഡ് ഈവനിങ്. ചെറുപ്പക്കാരുടെ ഇടയിൽ എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് കൂടുതലായി കണ്ടുവരുന്നു? ഇപ്പോൾ ഒരു 30 വയസ്സോ 40 വയസ്സുള്ള ആൾക്കാർക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നു. പലരും ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. എൻ്റെ പേര് ഡോക്ടർ പ്രീതം കുമാർ ഫ്രാൻസിസ്, കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ്, അബീർ മെഡിക്കൽ സെൻറ്റർ, അബുഹാമൂർ, ദോഹ. ഹാർട്ട് ഒരു വൈറ്റൽ ഓർഗനാണ്. അത് 24 hours പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഓക്സിജനും ന്യൂട്രിയൻസും ബോഡിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നത്. ഈ ഹാർട്ട് സുഗമമായി പ്രവർത്തിക്കാൻ വേണ്ടി അതിന് 2 രക്തക്കുഴൽ ഉണ്ട്. അതിന് പേര് കൊറോണറി ആർട്ടറീസ് എന്നാണ്. കൊറോണറി ആർട്ടറീസിൻ്റെ അകത്ത് കൊളസ്ട്രോൾ അടിഞ്ഞ് ബ്ലോക്ക് ഉണ്ടാവുന്നു. അതാണ് ഹൃദ്രോഗത്തിൻ്റെ ആരംഭം. ആ ബ്ലോക്ക് കൂടിയിട്ട് അത് പൂർണ്ണമായോ ഭാഗികമായോ രക്തക്കുഴൽ അടഞ്ഞു പോകുമ്പോൾ ആണ് ഹാർട്ട് അറ്റാക്ക് വരിക. എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരുടെ ഇടയിൽ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായ ഒരു കാര്യം, എല്ലാവർക്കും വളരെ സ്ട്രെസ്സ് കൂടുതലാണ്. പലർക്കും ഏർലി ആയിട്ട് BP, ഷുഗർ, കൊളസ്ട്രോൾ ഈ രോഗങ്ങൾ വരുന്നുണ്ട്. പലതും പ്രോപ്പറായിട്ട് ട്രീറ്റഡും അല്ല. പലരും സ്മോക്കേഴ്സാണ്. പിന്നെ ചില ആൾക്കാർക്ക് അവരുടെ കുടുംബത്തിൽ തന്നെ ഏർലി ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു രോഗമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഹാർട്ട് അറ്റാക്ക് നേരത്തെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രോഗലക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൃദ്രോഗത്തിൻ്റെ ആരംഭ സ്റ്റേജിൽ നമ്മൾ നടക്കുകയോ സ്പീഡിൽ ഓടുകയോ ചെയ്യുമ്പോൾ ഒരു ആയിപ്പോ നെഞ്ചുവേനോ വരിക, ഹൃദയമിടിപ്പ് അമിത വേഗത്തിലാകുന്നു, എന്തെങ്കിലും ജോലി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ക്ഷീണം വരുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഏർലി സ്റ്റേജിൽ വരാം. അതൊരു അറ്റാക്കായി മാറുമ്പോൾ അതിയായ നെഞ്ചുവേദന, ആ പെയിൻ ചിലപ്പം സെൻട്രൽ ചെസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് ആയിരിക്കാം. ചിലർക്ക് കഴുത്തിലേക്ക് അത് വ്യാപിക്കും, ചിലർക്ക് ഷോൾഡറിൽ പെയിൻ വരാം, ചിലർക്ക് കയ്യിൽ വേദന വരാം. പിന്നെ ഈ പെയിൻ്റെ കൂടെ സ്വെറ്റിങ്ങും വരാം. ഇതല്ലാതെ അതിയായ ശ്വാസം മുട്ട് വരാറുണ്ട്. ചിലർക്ക് ഹൃദയമിടിപ്പ് അമിത വേഗത്തിലാകാറുണ്ട്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോവുക. നിങ്ങളുടെ പൾസ് BP നോക്കും. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ഓർഡർ ചെയ്യും. അതിൽ തന്നെ ഒരു ഹാർട്ട് സ്പെസിഫിക് ട്രോപ്പണിൻ എന്ന് പറഞ്ഞ ഒരു കാർഡിയക് ടെസ്റ്റ് ഉണ്ട്. അതിനുശേഷം ഒരു ECG എടുക്കും. ഹാർട്ട് അറ്റാക്ക് വന്നാൽ ECGയിൽ വേരിയേഷൻ കണ്ടേക്കാം. അങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ചിലപ്പം ഏർലി സ്റ്റേജ് ആണെങ്കിൽ ചിലപ്പോൾ ECGയിൽ വേരിയേഷൻ കാണണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു എക്കോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യണം. അത് എക്കോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാൻ ഓഫ് ദ ഹാർട്ടാണ്. ഹാർട്ട് മസിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അപ്പോൾ അറ്റാക്ക് വന്നാൽ അതിൻ്റെ പ്രവർത്തനം കുറവാകും. അപ്പോൾ അതുണ്ടോ നോക്കുന്നു, വാൽവ്സ് നോർമലാണോ നോക്കുന്നു, അതിലൂടെയുള്ള രക്തോട്ടം നോർമലാണോ നോക്കുന്നു. ഒരു കുറച്ചുകൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നമുക്ക് ഇൻഫർമേഷൻ ഹാർട്ടിനെ കുറിച്ച് കിട്ടും. പിന്നെ ഈ നടക്കുമ്പോൾ കിതപ്പെല്ലാം ഉള്ളവർക്ക് നമുക്ക് ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു ബെൽറ്റിൽ കൂടെ നടത്തിക്കൊണ്ട് ECG എടുക്കുക. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ECG വേരിയേഷൻ വരുന്നോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ടെസ്റ്റുകൾ മുഖാന്തരം നമുക്ക് ഹൃദ്രോഗമുണ്ടോ, നമുക്ക് ഹാർട്ട് അറ്റാക്കിന് ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഈ ടെസ്റ്റുകൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഒരു കൊറോണറി ആൻജിയോഗ്രാം ചെയ്യണം. അത് ഒന്നുകിൽ CT ആൻജിയോ മുഖാന്തരം ചെയ്യാം, അല്ലെങ്കിൽ ഈ കാത്ത് ലാബിലുള്ള കൊറോണറി ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടെസ്റ്റിൽ നമ്മൾ ബ്ലോക്ക് ഒരു 70% മുകളിലാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചികിത്സ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ചിലർക്ക് ബൈപ്പാസ് സർജറി വേണ്ടി വരും. 60% കുറവുള്ള ബ്ലോക്കാണെങ്കിൽ നമുക്ക് മരുന്ന് ചികിത്സ കൊണ്ട് തന്നെ അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ തടയാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുക, റെഗുലർ എക്സസൈസ് വേണം. ഒരു 30 to 45 മിനിറ്റ്സ് എങ്കിലും ഡെയിലി എക്സസൈസ് ചെയ്യാൻ നോക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ടൈംലി ഫുഡ് കഴിക്കുക, പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കഴിക്കുക, പ്രോട്ടീൻസ് കൂടുതൽ കഴിക്കുക, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, ജങ്ക് ഫുഡ് ആവുന്നത് ഒഴിവാക്കുക, ഹോട്ടൽ ഫുഡ് കുറയ്ക്കുക. പിന്നെ നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ്സ് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ സ്ട്രെസ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള വഴി നോക്കുക. ബ്ലഡ് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ
അത് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുക, അത് നിയന്ത്രണത്തിൽ വെക്കുക. ഇത്രയും ചെയ്യാമെങ്കിൽ നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതുപോലത്തെ രോഗലക്ഷണങ്ങൾ വല്ലതും നിങ്ങൾക്കുണ്ടെങ്കിൽ അബീർ മെഡിക്കൽ സെൻറ്ററിൽ വന്നാൽ നമുക്ക് കാർഡിയാക് ടെസ്റ്റ് എല്ലാം ചെയ്യാവുന്നതാണ്. ഹൃദ്രോഗത്തിൻ്റെ ചികിത്സയും ഇവിടെ ലഭ്യമാണ്. താങ്ക് യു. Momentum Media proudly presents Qatar Canvas. In association with Isuzu Qatar and Christian SVP.